റസ്മിൻ ഭായ് പുറത്തായിരിക്കുകയാണ്. റസ്മിൻ പുറത്താവാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം. പ്രധാനമായ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കോമണ്ടറായി വന്നൊരു മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ ഭായ്. എന്നാൽ ബിഗ് ബോസിലെ പവർ റൂമിൻ്റെ അധികാരം തുടരെ കിട്ടിയതിലൂടെ ഒരു അഹങ്കാര സ്വഭാവം റസ്മിന് വന്നു എന്നുള്ളത് പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ചർച്ചയായിരുന്നു. ഇത് റസ്മിനെ വോട്ടിങ്ങിനെ കാര്യമായി ബാധിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാരണം, ലാലേട്ടന് പോലും റെസ്പെക്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന ഒരു റസ്മിനെ പലപ്പോഴും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കാണാനിടയായിട്ടുണ്ട്. ഇത് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ റസ്മിനോടുള്ള ഒരു വെറുപ്പ് സമ്പാദിക്കാനിടയായിട്ടുണ്ട്. ഇത് വോട്ടിങ്ങിനെ ബാധിച്ചു എന്ന് തന്നെ പറയാം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, കൂട്ടുകെട്ടിലേക്ക് പോവുക. ജാസ്മിൻ, ഗബ്രി, അതേപോലെ തന്നെ അർജുൻ, ശ്രീതു, ഈ കൂട്ടുകെട്ടിലേക്ക് ആവശ്യമില്ലാതെ റസ്മിൻ്റെ ഒരു കടന്നുകയറ്റം ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു. ഇതും പ്രേക്ഷകർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഈ 3 കാരണങ്ങൾ തന്നെയാണ് റസ്മിൻ പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത്. കോമണ്ടറായി വന്നതിൽ മികച്ചൊരു മത്സരാർത്ഥിയാവും എന്നൊക്കെ നമ്മൾ തുടക്കം തൊട്ടേ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടായിരുന്നു, നമ്മളെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടായിരുന്നു റസ്മിൻ്റെ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. എന്തായാലും ഒരു എവിക്ഷൻ പ്രക്രിയയിലൂടെ വോട്ടടിസ്ഥാനത്തിലൂടെ ആണ് റസ്മിൻ പുറത്തേക്ക് പോയത്. 9 പേരായിരുന്നു എവിക്ഷൻ പ്രക്രിയയിൽ ഇത്തവണ ഉണ്ടായിരുന്നത്. ആ എവിക്ഷൻ പ്രക്രിയയിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് 9ാം സ്ഥാനത്ത് റസ്മിൻ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഒരു എവിക്ഷൻ പ്രക്രിയ നേരിട്ടുകൊണ്ട് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, വോട്ട് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റസ്മിൻ പുറത്തേക്ക് പോയത്. റസ്മിന് വോട്ട് കുറയാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അഹങ്കാര സ്വഭാവം ബിഗ് ബോസിൽ ഉടനീളം റസ്മിൻ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഇത് വളരെ നെഗറ്റീവായി ബാധിച്ചു എന്ന് തന്നെ പറയാം. ഈ ഒരു കാരണമാണ് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.